സ്നേഹവും ബഹുമാനമുള്ള പ്രേക്ഷകരെ, ഇന്ന് ഞാൻ പറയുന്ന കാര്യം അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ കൂടുതലും വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് പറഞ്ഞിട്ടുള്ളത്. അപൂർവമായിട്ട് മുതിർന്നവർക്ക് വേണ്ടി പറഞ്ഞിട്ടുള്ളൂ. ഇന്ന് പറയുന്ന കാര്യം വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കും കുഞ്ഞുനാൾ തൊട്ട് വയസ്സായവർ വരെയുള്ള എല്ലാ ആൾക്കാർക്കും 100% ബാധകമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വയസ്സ് മറന്ന നിങ്ങളെല്ലാവരും ഇത് മുഴുവൻ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സ്നേഹവും ബഹുമാനവും നിറഞ്ഞ പ്രേക്ഷകരെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മൾ ജീവിതത്തിൽ ഒരുപാട് പാടുപെടുന്നത് എന്തിനാണ്? കഷ്ടപ്പെട്ട് പഠിക്കുന്നു, കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നു, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. അസുഖം വന്നാൽ ഡോക്ടറെ പോയി കാണുന്നു, അവർ സർജറി നടത്തുന്നു, മരുന്ന് കുത്തിവെക്കുന്നു, വേദനിപ്പിക്കുന്നു. പക്ഷേ ഇതെല്ലാം കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഒരു സന്തോഷം കിട്ടും. ഒരു സന്തോഷം കിട്ടാൻ വേണ്ടിയല്ലേ നമ്മൾ ഈ മെനക്കെടുന്നതെല്ലാം? ആത്മീയതയിൽ പോകുന്നതായാലും ശരി, വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതായാലും ശരി, എല്ലാം ആത്യന്തിക ലക്ഷ്യമൊന്നേ ഉള്ളൂ: നല്ല സന്തോഷത്തോടെ ജീവിക്കുക. സന്തോഷിക്കാൻ കൊതിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. പക്ഷേ സന്ദർഭവശാൽ ചിലരെങ്കിലും അവനവൻ്റെ സന്തോഷം അവനവൻ തകർക്കുന്നു. എന്താ കേട്ടപ്പോൾ വിശ്വസിക്കാൻ തോന്നുന്നില്ല അല്ലേ? എൻ്റെ സന്തോഷം ഞാൻ തകർക്കുന്ന സമയങ്ങളുണ്ട്. ഉദാഹരണങ്ങൾ പറഞ്ഞു തരാം. എൻ്റെ ഈ കൈ നോക്കൂ, 5 വിരലുണ്ട്. ഈ 5 വിരലും ഒരേ നീളമാണോ? അല്ല. ഒരേ വണ്ണമാണോ? അല്ല. പക്ഷേ ഈ 5 വിരലും കൂടെ ചേരുമ്പോൾ എന്തെല്ലാം ചെയ്യും ഈ കൈ? ഈ 5 വിരലും ഒരേ വണ്ണവും ഒരേ നീളവുമായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ മടക്കി പിടിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. ഇതുപോലെ ലോകത്തിൻ്റെ നിലനിൽപ്പിന് വിവിധ തരം ആൾക്കാരെ ആവശ്യമാണ്. നമുക്ക് 8 തരം ബുദ്ധി എല്ലാ മനുഷ്യരിലും ഉണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു ബുദ്ധി നമ്മളിൽ വളരെ കൂടുതലായിരിക്കും, മറ്റ് ബുദ്ധികൾ താരതമ്യേന കുറവുമായിരിക്കും. അവിടെയാണ് അപ്പോൾ പ്രശ്നം വരുന്നത്. അപ്പുറത്തെ വീട്ടിലെ സുഹൃത്തിൻ്റെ മകൻ ഡോക്ടറായി, അപ്പോൾ എൻ്റെ മകനും ഡോക്ടറാവണം, അല്ലെങ്കിൽ എനിക്കും ഡോക്ടറാകണം. അപ്പുറത്തെ അമ്മയുടെ മോൻ ഡോക്ടറായി, അപ്പം എനിക്കും ഡോക്ടറാവണം. നിങ്ങളെ സ്വയം മറ്റൊരാളായിട്ട് താരതമ്യം ചെയ്യുകയാണ്. പക്ഷെ നിങ്ങൾ രണ്ട് വ്യക്തികളാണ്. എന്നെപ്പോലെ ആകാൻ ഈ ലോകത്ത് മറ്റൊരാൾക്കും കഴിയില്ല. എന്നെക്കാൾ മിടുക്കനാവാം, എന്നെക്കാൾ മോശമാവാം. എന്നെപ്പോലെ 100% ആവാൻ ഒരാൾക്കും കഴിയില്ല. ഇതുപോലെ നിങ്ങളുടെ അപ്പുറത്തെ കുട്ടി, ആ കുട്ടിയെ പോലെ ആവാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങളെപ്പോലെ ആകാൻ ആ കുട്ടിക്കും കഴിയില്ല. കാരണം ആ കുട്ടിയിൽ ഏതോ ഒരു ബുദ്ധി കൂടുതലുണ്ട്. ആ ബുദ്ധി നിങ്ങളിൽ കുറവാണ്. പക്ഷേ മറ്റൊരു ബുദ്ധി നിങ്ങളിൽ കൂടുതലുണ്ട്. നിങ്ങളിൽ അന്തർലീനമായ ബുദ്ധി ഏതാണോ കൂടുതൽ, അത് ഏതെന്ന് കണ്ടെത്തി ആ വഴിക്കാണ് പോകുന്നതെങ്കിൽ ഉജ്ജ്വല വിജയങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ സ്വയം മറ്റുള്ളവരായിട്ട് താരതമ്യം ചെയ്ത് അയ്യോ അയാൾ അങ്ങനെ ചെയ്യുന്നു, അയാൾ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്വയം നിങ്ങളുടെ സന്തോഷം നശിപ്പിക്കുകയാണ്. അയ്യോ അയാൾ അങ്ങനെ ചെയ്തു, എനിക്ക് പറ്റിയില്ല ഓർത്തത് സങ്കടമാണ് തരിക. നിങ്ങൾ മറ്റൊരു വ്യക്തിയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ സന്തോഷം കെടുന്നു, നിങ്ങൾക്ക് സങ്കടം ഉണ്ടാവും. രസകരമായ ഒരു കഥയുണ്ട്. പണ്ട് ബോബനും മോളി എന്നൊരു കഥയുണ്ടായിരുന്നു. ബോബൻ്റെ അടുത്ത് അച്ഛൻ പറയാണ്, എടാ ബോബ, നിന്റെ ഈ പ്രായത്തിൽ എബ്രഹാം ലിങ്കൺ 26 ബുക്ക് വായിച്ചു തീർന്നിരുന്നു. മകൻ പറയാണ്, അച്ഛാ, അച്ഛൻ്റെ പ്രായത്തിൽ അദ്ദേഹം രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ആയല്ലോ അച്ഛാ, അച്ഛനെന്താ പ്രസിഡന്റ് ആവാത്ത? തീർന്നില്ലേ കമ്പാരിസൺ? ഇങ്ങനെ പ്രശ്നങ്ങൾ വരും. ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയാകാൻ കഴിയില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് പ്രേക്ഷകരെ, നിങ്ങളെ സ്വയം വിലയിരുത്തിക്കോളൂ. പക്ഷേ ദയവ് ചെയ്ത് മറ്റൊരാളുമായിട്ട് ഒരിക്കലും നിങ്ങളെ താരതമ്യം ചെയ്യരുത്. അങ്ങനെ താരതമ്യം ചെയ്താൽ നിങ്ങൾക്ക് ദുഃഖം വരും. ആ ദുഃഖം നിങ്ങളുടെ സന്തോഷം നശിപ്പിക്കും. ഇത് ഒന്നാമത്തെ കാര്യം. ഇനി 2, ടീച്ചർ ഒരു ഹോംവർക്ക് തന്നു. ഇന്നെന്താ? തിങ്കളാഴ്ച. അടുത്ത തിങ്കളാഴ്ചയല്ലേ ടീച്ചർ കാണിക്കാൻ പറഞ്ഞത്? നാളെ ചെയ്യാം. തിങ്കളാഴ്ച വിചാരിക്കുകയാണ് നാളെ ചൊവ്വാഴ്ച ചെയ്യാം. ചൊവ്വാഴ്ച വിചാരിക്കും സമയം ഇനിയുണ്ടല്ലോ, നാളെ ചെയ്യാം, ബുധനാഴ്ച ചെയ്യാം. ഈ കുട്ടി ബുധനാഴ്ച എന്ത് വിചാരിക്കും? നാളെ വ്യാഴാഴ്ച ചെയ്യാം. വ്യാഴാഴ്ച വരിക്കും വെള്ളിയാഴ്ച ചെയ്യാം, വെള്ളിയാഴ്ച വരിക്കും ശനിയാഴ്ച ചെയ്യാം. അങ്ങനെ ഞായറാഴ്ച വരെ എത്തുന്നു. ഞായറാഴ്ച അപ്രതീക്ഷിതമായിട്ട് അർജൻറ്റായിട്ട് ഒരു സ്ഥലത്ത് പോകേണ്ടി വരുന്നു. തിരിച്ചെത്തിയപ്പോൾ രാത്രിയായി. രാത്രി 2 മണിയായി. കിടന്നുറങ്ങി ജയിച്ചപ്പോൾ സ്കൂളിൽ പോകുന്ന നേരമായി. ഹോംവർക്ക് ചെയ്തില്ല. ഇതുപോലെ കുട്ടികളുടെ കാര്യം മാത്രമല്ല, വലിയവരുടെയും കാര്യമാണ്. ജോലികൾ, നിങ്ങൾ ചെയ്യേണ്ട പ്രവൃത്തികൾ നാളത്തേക്കൊരു മാറ്റം വരുത്താതെ നിങ്ങൾക്കൊരു ജോലി ചെയ്യാൻ ഏൽപ്പിച്ചാൽ അത് സബ്മിറ്റ് ചെയ്യേണ്ട എന്നും ആവട്ടെ,
ഇന്ന് തന്ന ജോലി ഇന്ന് തന്നെ തീർക്കാൻ ശ്രമിക്കുക. നമ്മുടെ നിഘണ്ടുവിൽ നിന്ന് നാളെ എന്ന പദം വെട്ടിമാറ്റുക എന്ന് പറയുമ്പോൾ ഡിക്ഷണറി കയറി പേനെടുത്ത് നാളെ എന്നുള്ള വാക്ക് വെട്ടാനല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ പ്രവർത്തികളിൽ നിന്ന് നാളെ എന്ന വാക്കിനെ പ്രവൃത്തിയിൽ കൂടി ഇല്ലാതാക്കുക. ടുഡേ ഈസ് അവർ മോട്ടോ, ടുമോറോ നെവർ കംസ്. ഇത് നിങ്ങളുടെ സന്തോഷം കെടുത്തുന്ന ഒരു കാര്യമാണ്. നാളത്തേക്ക് മാറ്റിവെച്ചാൽ നടക്കില്ല, അവസാനം സങ്കടത്തിലോട്ടെത്തും. ഇനി ചില ആൾക്കാരുണ്ട് എന്തെങ്കിലും നോക്കുമ്പോൾ ഈ ജോലി എൻ്റെ അടുത്ത് ചെയ്യാൻ പറഞ്ഞു, പക്ഷേ ഞാൻ ചെയ്താൽ ഇത് പെർഫെക്റ്റ് ആവില്ല, ആകെപ്പാടെ ഞാൻ ചമ്മി നാറും, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. എന്ത് പറ്റും? തരുന്ന ഓരോ ജോലിയും പെർഫെക്റ്റ് ആവുന്നില്ല, പെർഫെക്ഷനിസം കിട്ടുന്നില്ല, 100% നന്നാവുന്നില്ല എന്ന് പറഞ്ഞ് മാറ്റിവെക്കും. അത് പല തോൽവികൾക്കും കാരണമാവും, വരുമാന നഷ്ടത്തിന് വരെ കാരണമാക്കും, ജീവിതം പടുകുഴിയിലാവും. സാമ്പത്തിക ക്ലേശം വരുമ്പോൾ ദുഃഖമേ വരൂ, സന്തോഷം വരില്ല. അതുകൊണ്ട് പെർഫെക്ഷനിസം, 100% ശരി എന്നുള്ള വാക്കിനെ മറക്കുക. ചെയ്യാനുള്ളത് ചെയ്യുക. മറ്റുള്ളവർ കമൻറ്റ് ചെയ്തോട്ടെ, അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും കമൻറ്റ് ചെയ്യും. ഉദാഹരണത്തിന് എനിക്ക് പ്രഷറും ഡയബറ്റീസും ഒക്കെ വന്നപ്പോൾ ഞാൻ എൻ്റെ സ്കൂളിൽ കാറിൽ പോയിക്കൊണ്ടിരുന്ന ഞാൻ നേരത്തെ സൈക്കിളിൽ യാത്ര പോയി. ഒരു 8-9 വർഷം സൈക്കിളിൽ പോയിട്ടോ. അങ്ങനെ മരുന്നില്ലാതെ രണ്ടും നിയന്ത്രിക്കാനും പറ്റി. അപ്പോൾ സ്കൂളിൽ ഒരു അധ്യാപകൻ എസ്സേ റൈറ്റിങ്ങിന് കൊടുത്തു. ആ അധ്യാപകൻ എസ്സേ എന്നെ കൊണ്ട് കാണിച്ചു തന്നു 3 സൈക്കിൾ യാത്ര. കുറച്ച് കുട്ടികൾ ഇരുന്നത് സുരേഷ് സാറിനെ കണ്ട് പഠിക്കണം, കാശുണ്ടായിരുന്നിട്ടും കാറിലൊന്നും വരാതെ സൈക്കിളിൽ വരുന്നു. സൈക്കിളിൽ വന്നപ്പോൾ സാറ് ഫ്യൂവൽ കത്തിക്കുന്നില്ല, എയർ പൊല്യൂഷൻ കുറയ്ക്കുന്നു, നാടിന് ഗുണം ചെയ്യുന്നു. ഇനി ഒരു കുട്ടി എഴുതി എന്താണെന്നോ, എന്താ ഈ സുരേഷ് സാർ ഇങ്ങനെ നക്കിത്തനം കാണിക്കുന്നത്? ആവശ്യത്തിന് കാശ് ശമ്പളമായിട്ട് സർക്കാർ കൊടുക്കുന്നില്ലേ? സാറിനൊരു സ്കൂട്ടറിലെങ്കിലും വന്നൂടെ, അല്ലെങ്കിൽ ബസ്സിലെങ്കിലും വന്നൂടെ? ഇത്രയും ദൂരം ഈ ഒരു ദിവസം ആ ഒരു ഇന്ധനത്തിൻ്റെ വിലയോ ബസ് ചാർജോ ലാഭിക്കാൻ വേണ്ടി സൈക്കിളിൽ വന്ന് നക്കിത്തരം കാണിക്കുന്ന സുരേഷ് സാർ എന്ത് മോശമാണ് സാർ. ഇങ്ങനെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും കമൻറ്റ് വരും നമ്മൾ എന്ത് ചെയ്താലും. അപ്പോൾ 100% നന്നായിട്ട് 100% ആൾക്കാരെയും തൃപ്തിപ്പെടുത്തുന്ന ജോലി ചെയ്യുന്ന ഒരാളെ നിങ്ങൾ കണ്ടെത്തുന്നതിൻ്റെ അന്ന് ഞങ്ങൾ ഈ എപ്പിസോഡ് പിൻവലിക്കാം. സാധിക്കില്ല ആർക്കും. അതുകൊണ്ട് പെർഫെക്ഷനിസം മറക്കൂ, കഴിയുന്ന രീതിയിൽ ചെയ്യൂ. എല്ലാവരും എല്ലാത്തിലും എടുക്കാനല്ല. ഇപ്പോൾ സിനിമയിൽ പാട്ട് പാടുന്ന പലരുണ്ട്, എല്ലാവരും യേശുദാസുമായിട്ട് കമ്പയർ ചെയ്യും. യേശുദാസാകാൻ എല്ലാവർക്കും കഴിയില്ല, അവരാകാൻ യേശുദാസിനും കഴിയില്ല. അതുകൊണ്ട് പെർഫെക്ഷനിസം മറക്കൂ, ഒക്കുന്നൊക്കെ ചെയ്യും. ആൾക്കാർ അനുകൂലമായിട്ടും നിങ്ങൾ എത്ര ഭംഗിയായിട്ട് ചെയ്താലും അനുകൂലിക്കാനും എതിർക്കാനും ആളുണ്ടാവും. സോ ഫർഗെറ്റ് അബൌട്ട് പെർഫെക്ഷനിസം. നിങ്ങളുടെ സന്തോഷം കെടുന്ന മറ്റൊന്നാണ്, അയ്യോ ഇന്ന് ഹോംവർക്ക് കാണിക്കാൻ ടീച്ചർ പറഞ്ഞിരുന്നു, മെനിങ്ങാന്ന് തന്നു, ഞാൻ ഇന്ന് നേരം കിട്ടിയില്ല, ഇന്നലെ ചെയ്തിരുന്നെങ്കിൽ പ്രശ്നം ഒഴിവായേനെ, അല്ലെങ്കിൽ ഇന്നലെ ഞാൻ അവിടെ പോയിരുന്നെങ്കിൽ എന്ത് നന്നായേനെ. അതോർത്ത് ദുഃഖിച്ചിരിക്കുക. എന്താ ഫലം? ഇന്നലെ നഷ്ടപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ഇന്ന് ചെയ്യാനുള്ളതും കൂടെ ചെയ്യൂല. അത് മറ്റൊരു സങ്കടത്തിലോട്ട് നിങ്ങളെ എത്തിക്കും. അവിടെയും സന്തോഷം കെടും. ഞാൻ നിങ്ങൾക്കൊരു ജോലി തരാം, ആ ജോലി ചെയ്യാമെങ്കിൽ ഞാൻ പറയുന്ന സമയത്ത് ചെയ്ത് കാണിക്കാമെങ്കിൽ ഞാൻ 5 കോടി രൂപ തരാം. ഞാൻ ഒരു മേശ തരാം. ഇന്നലെ പെയിൻ്റ് അടിച്ച് തരണം, ഇന്നലെ പെയിൻ്റ് അടിച്ച് തരണം. തരുന്നയാൾക്ക് 5 കോടി രൂപ. ആർക്ക് പറ്റും? പറ്റില്ല ആർക്കും. അപ്പം നഷ്ടപ്പെട്ട ഇന്നലകളെ ഓർത്ത് സങ്കടപ്പെട്ട് നാളത്തേക്കുള്ള പ്രവൃത്തിക്കുള്ള സമയം പാഴാക്കാതെ, വാട്ട് ഈസ് ഡൺ കനോട്ട് ബി അൺഡൺ. ഇന്നലെ ചെയ്യേണ്ടതെന്തോ ചെയ്തില്ല, അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത ചെയ്തു. അത് തെറ്റാണ്ട് ചെയ്തതെങ്കിൽ ഇനി ആ തെറ്റ് ചെയ്യില്ല എന്ന് ഉറപ്പാക്കുക. ചെയ്യാത്തത് എപ്പോഴെങ്കിലും ചെയ്തു തീർക്കാൻ തീരുമാനിച്ച് ചെയ്യുക. അത് എപ്പോഴെങ്കിലും എന്ന് പറഞ്ഞാൽ നാളത്തേക്കല്ല, ഇന്ന് എപ്പോഴെങ്കിലും അങ്ങനെ ചെയ്യുക. ഇങ്ങനെ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്തും ജോലികൾ നാളത്തേക്ക് മാറ്റിയും ഒരു പെർഫെക്ഷനിസം വേണം എന്ന വാശി ഒഴിവാക്കിയും നഷ്ടപ്പെട്ട ഇന്നലകളെ ഓർത്തും ദുഃഖിച്ചിരിക്കാതെ ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് ചെയ്യുക. പിന്നെ നിങ്ങളോട് പലരും പല ജോലി ചെയ്യാൻ പറയും. ഒരു പക്ഷേ നിങ്ങൾക്കൊരിക്കലും കഴിയാത്ത ജോലിയായിരിക്കും. അപ്പോൾ എന്താ പറയേണ്ടത്? കഴിയില്ല സർ. ഒരു സുഹൃത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ മേലുദ്യോഗസ്ഥൻ നിങ്ങൾക്ക് കഴിയാത്ത കാര്യം ചെയ്യാൻ പറയുമ്പോൾ ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. നോ പറയേണ്ടടുത്ത് നോ പറയാൻ പഠിക്കണം. എല്ലാവരെയും എസ് പറഞ്ഞ് ഈ ലോകത്തുള്ള എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ പോയാൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ശവക്കുഴി തോണ്ടുകയാണെന്ന് ഓർക്കുക. നോ പറയേണ്ടടുത്ത് നോ പറയും. ഈ 5 കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ സന്തോഷം തകർക്കുന്ന നിമിഷങ്ങൾ നിങ്ങൾക്ക് മറികടക്കാം. നിങ്ങളുടെ സന്തോഷം ഒരിക്കലും കെടാതിരിക്കട്ടെ. കൂടുതൽ സന്തോഷമുണ്ടാകട്ടെ. സങ്കടമുണ്ടാക്കുന്ന കാര്യങ്ങളെ മറികടന്ന് സന്തോഷം ഉണ്ടാക്കുന്ന പ്രവൃത്തികളെ അന്വേഷിച്ച് ചെയ്യേണ്ട സമയത്ത് ചെയ്യൂ.
സങ്കടപ്പെടാതിരിക്കും. ഓൾ ദ ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു.